ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓരോരോ പോർഷനായിട്ട് പഠിച്ച് പോവുകയാണ്. എക്കണോമിക്സിന്റെ കുറെ പേര് നാഷണൽ ഇൻകത്തിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നാഷണൽ ഇൻകം നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ജോഗ്രഫിയിലെ ഒരു ഏരിയ തുടങ്ങിയാണ്. ജോഗ്രഫിയിൽ നമുക്കറിയാം, പരീക്ഷയ്ക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പോർഷനാണ് ഇന്ത്യൻ റിവർ സിസ്റ്റംസ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നദീ വ്യവസ്ഥ, ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് മനസ്സിലേക്കുണ്ടെങ്കിൽ നമുക്കറിയാം, അങ്ങ് മുകളില് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പഴയ സംസ്ഥാനം, അല്ലെങ്കിൽ കാശ്മീർ ലഡാക്ക് എന്ന് പറയുന്ന ഇന്നത്തെ പ്രദേശം മുതൽ താഴെ കേരളം, തമിഴ്നാട് വരെ ഭാഗത്ത് ഒരുപാട് നദികളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങേറ്റത്ത് ഗുജറാത്ത് മുതൽ നമ്മൾ ഇങ്ങേ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ, ഇവിടെ അരുണാചലിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് നദികളുള്ള, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നദികളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ഉള്ള ഒരു രാജ്യമാണ്. ഇത്രയും ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നദികളെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റുകളും അടുത്ത കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഈ തന്നിട്ടുള്ളത്. ഇത് എല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്ത്, നമ്മുടെ ചാനലിന്റെ പേര് GK സിംപ്ലിഫൈഡ് എന്നാണല്ലോ, കഴിയുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ ഇന്ത്യയിലെ ഈ പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു ഓവർവ്യൂ ഉണ്ടാക്കും. ഓക്കെ, ഇത് എന്ന് പറയുന്നത് സിന്ധു, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏരിയ, ഇത് ഗംഗ യമുന പറയുന്ന ഭാഗം, ഇത് ബ്രഹ്മപുത്ര ഭാഗം. നോർത്തിലെ നദികളെ നമ്മൾ മിക്കവാറും അങ്ങനെ കവർ ചെയ്യും, അതിന്റെ പോഷക നദികളായിട്ട്. സൗത്തിലേക്ക് വരുമ്പോൾ ഈ ഇന്ത്യൻ പെനിൻസുലയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നദികൾ നമ്മൾ പെനിൻസുലാർ നദികൾ എന്ന് കളക്റ്റീവ്ലി വിളിക്കും, ഉപദ്വീപീയ നദികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിൽ പ്രധാനപ്പെട്ട നദികൾ നമ്മൾ വിളിക്കും മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പിന്നെ നമ്മുടെ കേരളത്തിലെ 44 നദികളിലെ ചില പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ സൗത്തിലേക്കുള്ള നദികളിൽ പടിഞ്ഞാട്ട് ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട നദികളുണ്ട്. മിക്കവാറൊക്കെ വരെ പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട്. അതാണ് നർമ്മദയും തപി അല്ലെങ്കിൽ തപ്തിയും. അപ്പോൾ ഈ ഒരു ഇമേജ്, ഈ ഒരു ഡോക്യുമെന്റ് ആസ് യൂഷ്വൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാം. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേരും വേറൊന്നുമല്ല, GK സിംപ്ലിഫൈഡ് എന്നാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇമേജ് ആദ്യം നിങ്ങൾ നോക്കുക. ഈ 4-5 ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിലുണ്ടാകും. ഇന്ത്യയിലെ നദികളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, പല രീതിയിൽ തരംതിരിക്കാം. നിലവിൽ ഞാൻ അതിനെ 2ആയിട്ട് തരംതിരിക്കുകയാണ്, 2ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് അറേബ്യൻ സീ ഡ്രെയിനേജ്, 2 ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സെഗ്രിഗേഷൻ നടത്തിയത്. അതായത് ഇന്ത്യയിൽ ഒഴുകുന്ന നദികളെ ഞാൻ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായിട്ടും പടിഞ്ഞാട്ട് ഒഴുകുന്ന നദികളായിട്ടും തിരിച്ചിരിക്കുകയാണ്. അപ്പൊ പടിഞ്ഞാട്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണെങ്കിൽ ഒഴുകി അറബിക്കടലിൽ പോയി വീഴും. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണെങ്കിൽ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പോയി വീഴും. ഇത് ആക്ച്വലി ഇന്ത്യയുടെ സ്ലോപ്പിനെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ഈ നദി ഇതാ ഇങ്ങനെ ഒഴുകുന്നത്, സിന്ധു അതിന്റെ പോഷക നദികൾ, ഗംഗ ഇങ്ങനെ ഒഴുകുന്നത്, ബ്രഹ്മപുത്ര ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു. കേരളത്തിൽ നമ്മൾക്കറിയാം കബനി, ഭവാനി, പാമ്പാർ ചെറുപ്പത്തിലെ കാണാപ്പാടം പഠിക്കുന്ന, അത് കിഴക്കോട്ട് ഒഴുകുന്നത്, ബാക്കി എല്ലാം പടിഞ്ഞാട്ട് ഒഴുകുന്നത്. എന്നാൽ അതിന് മുകളിലുള്ള കാവേരി കിഴക്കോട്ട് ഒഴുകുന്നത്, കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന ഗോദാവരി കിഴക്കോട്ട് ഒഴുകുന്നത്, കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന നർമ്മദയും തപ്പിയും പടിഞ്ഞാട്ട് ഒഴുകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ലോപ്പ് ഫുൾ കിഴക്കോട്ട് അല്ലെങ്കിൽ ഫുൾ പടിഞ്ഞാട്ടെന്ന് പറയാൻ സാധിക്കില്ല. അതായത് യൂണിഫോം ആയിട്ട് ഒരു സ്ലോപ്പ് ഉള്ള ഒരു സ്ഥലം, ഒരു പ്രദേശമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്കറിയാം വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ടം നമ്മുടെ നദികളെ അതിന്റെ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട്. ഇവിടെ ഈസ്റ്റേൺ ഗാട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ആരവല്ലി മലനിരകളുണ്ട്, ഈ ഭാഗത്ത് ഡൽഹി റിഡ്ജ് ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ചേർത്തൊരു വര വരച്ചു കഴിഞ്ഞാൽ, നമ്മളോട് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇതിനെ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യയിലെ വാട്ടർ ഡിവൈഡ് എന്നറിയപ്പെടുന്നത്. നമുക്ക് ചിത്രങ്ങൾ തന്നിട്ട് എന്താണ് ഈ വര എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല, വളരെ റേറാ. പക്ഷെ അങ്ങനെ ഒരു ചോദ്യമായിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ NTPC പരീക്ഷയ്ക്ക് ചോദ്യം വന്നത്, എന്താണ് ഈ രേഖ കാണിക്കുന്നത്? എന്താ രേഖ കാണിക്കുന്നത്? ആ വര കാണിക്കുന്നത് വേറെ ഒന്നുമല്ല സുഹൃത്തെ, അതിൻ്റെ ടേമാണ് വാട്ടർ ഡിവൈഡ്. വാട്ടർ ഡിവൈഡ് അതായത് ഇന്ത്യയിലുള്ള നദികളിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒഴുകുന്ന നദികളെ ഈ സാധനം തിരിക്കുന്നുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ തുടങ്ങി അങ്ങ് ഗുജറാത്ത് വരെ പോകുന്ന നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, അതിന് മുകളിലായിട്ട് നമുക്ക് ആരവല്ലീസ്, ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായമുള്ള മലനിരകളാണ് ഇന്ത്യയിലെ. പിന്നെ പറയണ്ടല്ലോ, ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ് ആരവല്ലീസ്. അതിന്റെ മുകളിൽ ഡൽഹി റിഡ്ജ്. അപ്പൊ ഇന്ത്യയുടെ വാട്ടർ ഡിവൈഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ കൂടി ചേരുന്നതാണ്? ഒന്ന്, ഏറ്റവും മുകളില് ഡൽഹി റിഡ്ജ്, തൊട്ടിപ്പുറേ താഴെ ആരവല്ലീസ്, താഴേക്ക് സഹ്യാദ്രി.
സഹ്യാദ്രി അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ടം, നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ നീലഗിരി, ആനമല, ഏലമല, ഇതെല്ലാം നമ്മുടെ വെസ്റ്റേൺ ഗാട്സിന്റെ ഭാഗമല്ലേ. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യയിലെ വാട്ടർ ഡിവൈഡ്. അങ്ങനെ ആ വാട്ടർ ഡിവൈഡിനെ ബേസ് ചെയ്ത് നമ്മൾ നദികളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് അറബിക്കടലിലേക്ക് ഒഴുകുന്നു, ഒന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നു. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ ഒഴുകുന്നതിൽ എത്ര ശതമാനമാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്നത്, എത്ര ശതമാനമാണ് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നത്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ നദികൾ ഒഴുകുന്നത് കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ? മനസ്സിലാക്കുക, നിയർലി 77% ഓഫ് ദ ഡ്രെയിനേജ് ഏരിയ, അതായത് നമ്മൾ 3/4 എന്ന് പറയുമ്പോഴത്തേക്കും 75% ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തരാം, ഇന്ത്യയിൽ ആകെയുള്ള ഡ്രെയിനേജ് ഏരിയയുടെ 3/4, മോർ ദാൻ 3/4, അതായത് 77% എങ്ങോട്ടാണ് ഒഴുകുന്നത്? ബേ ഓഫ് ബംഗാളിലേക്കാണ്. അത് ഈസ്റ്റ് ഫ്ലോയിങ് നദികളാണ്. അത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ത്യയിൽ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാന്ന് നോക്കി. ഇന്ത്യയുടെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഗംഗാ നദി, മൂപ്പരുടെ പോഷക നദിയായിട്ടുള്ള യമുന നദി, ചൈന ടിബറ്റ് ഭാഗത്ത് തുടങ്ങി ഇന്ത്യയിലേക്ക് വന്ന ഗംഗയുടെ കൂടെ പിന്നീട് ചേരുന്ന ബ്രഹ്മപുത്ര, കുറച്ചുകൂടെ താഴത്തേക്ക് വരുമ്പോൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അങ്ങനെയുള്ള ഒട്ടുമിക്ക നദികളും, അതായത് ഈ വാട്ടർ ഡിവൈഡിന്റെ ഈ ഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട നദികളെല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. അപ്പൊ ആ നമ്പർ, ആ വാല്യൂ ഓർത്തിരുന്നുള്ളുക. ഇന്ത്യയിൽ ഒഴുകുന്ന നദികളിൽ, ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ, ഇന്ത്യയിലെ ടോട്ടൽ ഡ്രെയിനേജ് ഏരിയയുടെ 77% ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന നദികളാണ്. 100 77 പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടി 23. അപ്പൊ ലെസ് ദാൻ 1/4, 25% താഴെ 23% മാത്രമേ വരുന്നുള്ളൂ. 25% താഴെയുള്ള നദികൾ മാത്രമാണ് അറബിക്കടലിലേക്ക് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളത്. നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദിയാണ്. പക്ഷെ സിന്ധുവിന്റെ പ്രശ്നം എന്താ? സിന്ധുവിന്റെ മജോറിറ്റി ഭാഗവും ഇന്ത്യയിലല്ല. ഇന്ത്യക്ക് പുറത്ത് തുടങ്ങി ഇന്ത്യക്ക് പുറത്ത് അവസാനിക്കുന്ന നദിയാണ് സിന്ധു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കൂടുതലുള്ളത് പാകിസ്ഥാനിലാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് നർമ്മദ നദിയുണ്ട്, തപി നദിയുണ്ട്, മാഹി, നമ്മുടെ മാഹിപ്പുഴ, നമ്മുടെ പെരിയാർ, ഇതെല്ലാം പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത്. കേരളത്തിന്റെ സ്ലോപ്പ് ഇതാ ഇങ്ങോട്ടാണ്. വെസ്റ്റേൺ ഗാട്സിൽ തുടങ്ങിയ നദികൾ മജോറിറ്റിയും പടിഞ്ഞാട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികൾ അറബിക്കടലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് കേരള PSCയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് എണ്ണത്തിൽ കുറവാണ്, കൂടുതൽ ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ SSC RRBയിലും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളത് വെസ്റ്റ് ഫ്ലോയിങ് നദികളിലാണ്. എണ്ണത്തിൽ കുറവാണ്. ഈസ്റ്റ് ഫ്ലോയിങ് ചോദിക്കില്ല എന്നല്ല കേട്ടോ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കമ്പാരിറ്റീവ്ലി കൂടുതൽ വെസ്റ്റ് ഫ്ലോയിങ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നർമ്മദയും തപി, നർമ്മദ തപി അല്ലെങ്കിൽ നർമ്മദ തപ്തി എന്ന് പറയുന്ന നദികളാണ്. ഫണ്ടമെന്റൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ത്യയുടെ ഈ ഒരു മാപ്പ് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ NCERT വായിക്കാൻ പറയാറില്ലേ, ആ NCERTയിലെ മാപ്പാണ്. NCERTയിലെ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും NCERT സീരീസ് തുടങ്ങുന്നു പറഞ്ഞിട്ട് എന്തായി? NCERT സീരീസ് തുടങ്ങുന്നുണ്ട്, കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് തുടങ്ങണ്ടെന്ന് എഴുതിയിട്ടാണ്. ഓരോന്ന് സൈഡാക്കിയിട്ട് ഓരോന്ന് തുടങ്ങാം. ക്ലിയർ? അപ്പൊ ഇന്ത്യയിലെ നദികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. കിഴക്കോട്ട് ഒഴുകുന്നു, ബേ ഓഫ് ബംഗാളിൽ പോകുന്നു, പടിഞ്ഞാട്ട് പോകുന്നു. ഓക്കെ, അത് നദികൾ ഒഴുകുന്ന രീതിയിലാണ്. ഒന്ന് ബേ ഓഫ് ബംഗാളിലേക്ക്, ഒന്ന് അറേബ്യൻ സീയിലേക്ക്. അപ്പൊ അങ്ങനെ ചോദിക്കാം, ഇങ്ങോട്ട് ഒഴുകുന്ന നദികൾ, അങ്ങോട്ട് ഒഴുകുന്ന നദികൾ, ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന നദികൾ ഏതൊക്കെയാണ്, അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന നദികൾ ഏതൊക്കെയാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ആ ഫണ്ടമെന്റൽസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അറ്റ്ലസ് മേടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് അറ്റ്ലസോ മറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ ആ ചിത്രം നോക്കാം. അതാണ് ഒന്നാമത്തെ സെഗ്രിഗേഷൻ. രണ്ടാമത്തെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഈ നദികൾ എവിടെ തുടങ്ങുന്നു, ആ തുടങ്ങുന്നത് എവിടെയാണെന്നതിനനുസരിച്ച് ആ നദികൾക്കുള്ള ചില ഫീച്ചേഴ്സ്. അങ്ങനെ ഇന്ത്യയിലെ നദികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് ഹിമാലയൻ നദീ വ്യവസ്ഥ, ദ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഹിമാലയാസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് തുടങ്ങുന്ന നദികളെയാണ് നമ്മൾ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അടുത്ത നദികൾ ഏതാണ്? താഴെ കാണുന്നത് ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുലാർ റിവർ സിസ്റ്റം, അതായത് ഈ ഭാഗത്ത് കാണുന്ന നദികളാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ ചമ്പൽ എന്ന് പറയുന്ന നദി നോക്കിക്കഴിഞ്ഞാൽ, ചമ്പൽ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പൊ അത് ഹിമാലയൻ നദിയല്ല. പക്ഷെ ചമ്പൽ പോയി ഒഴുകിച്ചേരുന്നത് യമുനയിലേക്കാണ്. യമുന ഒരു ഹിമാലയൻ നദിയാണ്. യമുന ഒഴുകിച്ചേരുന്നത് ഗംഗയിലേക്കാണ്. ത്രിവേണി സംഗമം, അലഹബാദ്, പുതിയ പ്രയാഗ്രാജ്, അതൊരു ഹിമാലയൻ നദിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ കൗണ്ട് ചെയ്യുന്നത് മാത്രം. അല്ലാതെ ഇതെല്ലാം ഇപ്പൊ കെൻ, ബേട്വ, ഇതെല്ലാം അല്ലെങ്കിൽ സോൺ നദി, ഇതൊന്നും ഹിമാലയത്തിൽ തുടങ്ങുന്ന നദികളല്ല. അതിന്റെ സംഗമസ്ഥാനം, ലക്ഷ്യസ്ഥാനം എവിടെ പോയി ചേരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ആ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ത്യയിലെ നദികളെ അവർ തുടങ്ങുന്നതിനനുസരിച്ച് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം 1, പെനിൻസുലാർ ഡ്രെയിനേജ് സിസ്റ്റം 2. ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്?
ഇതിൽ ഞാൻ തന്നിട്ടുള്ള ഒരു 8ഓളം പോയിന്റുകളുണ്ട്. ഇതിലെ 5ഓളം പോയിന്റുകൾ സ്ഥിരമായിട്ട് മാറി മാറി ചോദിക്കും. കൺസിഡർ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് വിച്ച് ഓഫ് ദ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയൻ റിവേഴ്സ്, അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ്, അല്ലെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഇതല്ലാത്തത്. അങ്ങനെ പല രീതിയിൽ ചോദ്യം തന്നിട്ടുണ്ട്. കാണാതെ പഠിക്കണ്ട, നമുക്ക് ഈ ഫീച്ചർ ഒന്ന് പഠിക്കാം. ആദ്യത്തേത് ഹിമാലയൻ റിവേഴ്സിലേക്ക് വരുവാണ്. ഹിമാലയത്തിൽ പോയിട്ടുണ്ടാവും, ചിലർ പോയിട്ടുണ്ടാവില്ല, പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഹിമാലയത്തിൽ നല്ല മഞ്ഞുണ്ടെന്ന് നമുക്കറിയാലോ. നല്ല മഞ്ഞുണ്ട്. ഹിമാലയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ മഞ്ഞ് മൂടിയ മലകളാണ് വരുന്നത്. അതായത് അവിടെ നിന്ന് തുടങ്ങുന്ന നദികൾക്ക് എപ്പോഴും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വെള്ളം ഉണ്ടാവും. കാരണം എന്താ? എപ്പോഴും മഞ്ഞുണ്ട്. വേനൽക്കാലത്തായി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചത് മഞ്ഞ് ഉരുകുന്നു, വെള്ളം കിട്ടുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ മഞ്ഞിന്റെ ഭാഗത്തുനിന്നുണ്ട്, മഴയുടെ വെള്ളമുണ്ട്. അതായത് ത്രൂ ഔട്ട് ദ ഇയർ വറ്റി വരളാതെ. കേരളത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴ ചില സമയത്ത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ തോന്നും. കാരണം വറ്റി വരണ്ടിരിക്കുക. ചില സമയത്ത് നല്ല നിറഞ്ഞൊഴുകും. പെരിയാറ് വലിയ വറ്റി വരണ്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ചില സമയത്ത് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങും, കുത്തി ഒഴുകാൻ തുടങ്ങും. 2018 ഉദാഹരണമാണ്. അപ്പോൾ ഇതുപോലെ വർഷാവർഷം കുത്തി ഒഴുകുന്ന, വേനലാകട്ടെ മഴയാകട്ടെ, അങ്ങനെയുള്ള നദികൾ നമ്മൾ എപ്പോഴും എന്താ വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്ന പേരാണ് പെരണിയൽ റിവേഴ്സ്. അപ്പൊ എല്ലാ കാലത്തും അതിനകത്ത് വെള്ളമുണ്ട്. പെരണിയൽ റിവേഴ്സ്. ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, നമ്മുടെ ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സീനുണ്ട്. ആ അവതാരപ്പെരുവൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കൂ. കേരളത്തിലായതുകൊണ്ട് ലാലേട്ടന് പൊങ്ങാൻ പറ്റി. അല്ലാതെ സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ ഇതിലൊക്കെ ആണെങ്കിൽ ലാലേട്ടൻ നീന്തി വരുന്ന സീൻ എടുത്താൻ. കാരണം അത്രയും വെള്ളം കൂടുതലാണ്. ക്ലിയർ ആണോ? ചളിയാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ലോജിക്ക് തോന്നിയ കാര്യമാണ്. ക്ലിയർ? അപ്പോൾ പെരണിയൽ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. എന്നാ മനസ്സിലേക്ക് വരണ്ടേ. പെനിൻസുലാർ നദികളോ? പെനിൻസുലാർ നദികളെ, പെരണിയൽ അല്ലാത്ത നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസണൽ റിവേഴ്സ്. പെനിൻസുലാർ നദികളെ വിളിക്കുന്ന പേരാണ് സീസണൽ റിവേഴ്സ്. പല നദികളും വേനൽക്കാലം വരുമ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കും ഡ്രൈ ആകും. ബിക്കോസ് ദേ ആർ ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ റെയിൻഫോൾ. മഴ ചതിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. മഴ ചതിച്ചില്ലെങ്കിൽ തരക്കേടില്ലാതെ ഒഴുകും. ക്ലിയർ ആണോ? അതാണ് ഒന്നാമത്തെ പോയിന്റ്. കാണാതെ പഠിക്കരുത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. These rivers cause much erosion and have great flow of water. നിങ്ങൾ ആലോചിച്ചു, കുത്തി ഒഴുകുന്ന നദികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോർജ് അല്ലെങ്കിൽ മലയിടുക്കുകൾ നമ്മൾ നോർത്തിലേക്ക് പല സ്ഥലങ്ങളും അതിമനോഹരമായിട്ടുള്ള മലയിടുക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുത്തി ഒഴുകുന്നത്. അപ്പോൾ അത്രയും ഫ്ലോ ഉണ്ടാകുമ്പോൾ, പെരണിയിലാകുമ്പോൾ അത്രയും വെള്ളം ഉണ്ടാകുമ്പോഴത്തേക്കും അവര് മണ്ണൊലിപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കില്ലേ? മണ്ണെന്ന് മാത്രമല്ല, പാറയൊക്കെ ആണെങ്കിൽ അതിനെ തകർത്തിട്ട് ഒഴുകി വരില്ലേ? ഇല്ലേ? ഇപ്പൊ നിങ്ങൾ വർക്കല ഭാഗത്തൊക്കെ പോയിട്ടുണ്ടാവും. കടൽ സ്ഥിരമായിട്ട് അടിച്ചടിച്ച് ആ ക്ലിഫിന് വന്നിട്ടുള്ള ഒരു രൂപമാറ്റം നിങ്ങൾ നോക്കുക. ജോഗ്രഫിയിൽ നമ്മൾ പല പല ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പഠിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഇറോഷൻ സംഭവിക്കും ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെപ്പോസിറ്റ് കൊണ്ടായിരിക്കും നദികൾ വരുന്നത്. വരണവഴിക്കുള്ള സാധനങ്ങൾ മൊത്തം കൊണ്ടുവന്നിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയുടെ ലാൻഡ് ഫോംസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് പഠിപ്പിച്ചു തരാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കുത്തൊഴുക്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, ഉത്തര മഹാസമുദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ആലുവിയൽ മണ്ണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നേരെ നമുക്ക് സീസണൽ നദികളിലേക്ക് വരാം, പെനിൻസുലർ നദികളിലേക്ക് വരാം. ദേ കോസ് മച്ച് ലെസ് ഇറോഷൻ. സീറോ ഇറോഷൻ എന്ന് പറയാൻ സാധിക്കില്ല, മണ്ണൊലിപ്പേ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. നല്ല വെള്ളമുള്ളപ്പോൾ എന്തുണ്ടാവും? ഇറോഷൻ ഉണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി ദേ ഹാവ് വീക്കർ ഫ്ലോ ഓഫ് വാട്ടർ. ഫ്ലോ കുറവാണ്. അടുത്തത് നിങ്ങൾ നോക്കുക. നല്ല ഫ്ലോ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മാപ്പ് തന്നെ നോക്കൂ. അവിടെ പോയി ആവശ്യത്തിനുള്ള മാപ്പ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ മാപ്പ് തന്നെ നിങ്ങൾ നോക്കി. ഇതിങ്ങനെ വളഞ്ഞു കൊടുക്കുന്ന നദികളാണ്. ഇങ്ങനെ ഇതിനെ കുറെ കൂടെ ക്ലോസ് ആക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതായത് ഈ നദികൾക്ക് അങ്ങനെ ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. അവർ നേരെ ഒഴുകാൻ സ്ഥലമില്ല, അവർ ഒഴുക്ക് നിർത്തും. അങ്ങനെയല്ല, അവർ നേരെ ഒഴുകാൻ സ്ഥലമില്ലെങ്കിൽ അതിലിടിച്ച് പൊളിച്ച് മറ്റൊരു സൈഡിലേക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റൊരു സൈഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പറ സൈഡിലേക്ക് പോകും. അങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിയാൻഡറിങ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? മിയാൻഡറിങ് ഓഫ് റിവേഴ്സ്. ഇങ്ങനെ വളഞ്ഞു ഒഴുകുക. എന്നാൽ സൗത്തിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഫ്ലോ കുറവാണ്. ദേ ആർ സ്ട്രെയിറ്റ് റിവേഴ്സ്. കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിവേഴ്സ് ആണ്. അപ്പോൾ മിയാൻഡറിങ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇതാ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതിനെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇങ്ങനെ വളഞ്ഞു ഇതാ ഇങ്ങനെ ഒഴുകുന്നു എന്ന് പറഞ്ഞില്ലേ? ചില സമയത്ത് ഈ നദികളുടെ ഇത്രയും ഫോഴ്സിലല്ല വരുന്നത്, ഇവരുടെ റൂട്ട് മാറാം. ഇവര്
ഈ ഭാഗത്തുള്ള പാറേനെ പൊട്ടിച്ച് ഇങ്ങനെ കണക്ഷൻ വരാം. അപ്പൊ എന്താ, റൂട്ട് മാറി ഇതാ ഇങ്ങനെ പോകും. അപ്പോ ഈ ഭാഗത്ത് കിടക്കുന്ന ഈ ഇത്രയും പോർഷൻ ഇല്ലേ, പണ്ട് നദിയുടെ ഭാഗമായിരുന്ന പോർഷൻ, അത് ഒരു ലേക്കായിട്ട് മാറും. അതൊരു ലേക്കായിട്ട് മാറും. ഇങ്ങനെ മിയാൻഡർ ചെയ്ത് പോകുന്ന ഭാഗത്ത് നദിയുടെ ഫ്ലോ മാറിക്കഴിഞ്ഞാൽ അതേ രീതി പോകണമെന്നില്ലോ. ഇപ്പുറത്തെ എന്താണ് അവരുടെ ഒബ്സ്ട്രക്ഷൻ, വലിയ പാറക്കെട്ട്, അതിനെ തകർത്താൻ ഒഴുകുകയാണെങ്കിൽ ആ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറി ഉണ്ടാകുന്ന ലേക്സ്, അതിനെ എന്ത് ലേക്സ് എന്നാണ് വിളിക്കുന്നത്? ഉത്തരം അറിയാവുന്നൊരു കമന്റ് ആയിട്ട് പറയുക. അതിനെ എന്ത് ലേക്സ് എന്നാണ് വിളിക്കുന്നത്? ക്ലിയർ? അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരുടെ ഒറിജിൻ എവിടെയായിരിക്കും? ദേ ഒറിജിനേറ്റ് ഇൻ ദ ഹിമാലയാസ്. മറ്റവരോ? പെനിൻസുലാറോ? ദേ ഓൾസോ ഒറിജിനേറ്റ് ഇൻ സ്മോൾ ഹിൽസ് ആൻഡ് പ്ലാറ്റൂസ്. ചെറിയ ചെറിയ മലനിരകൾ. ചെറുതെന്ന് പറയുമ്പോൾ തീരെ ചെറുതല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര, വെസ്റ്റേൺ ഗാട്സിലെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ ആനമുടിയാണ്. ആനമുടിയുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ആനമുടിയുടെ ഹൈറ്റും ഹിമാലയത്തിന്റെ ഹൈറ്റും കമ്പയർ ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ആനമുടി തീരെ ചെറുതല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ വെസ്റ്റേൺ ഗാട്സിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ പീഠഭൂമികൾ, പ്ലാറ്റൂസ് നമ്മൾ പഠിക്കുമ്പോൾ ഡെക്കാൻ പീഠഭൂമി, മാൽവ പീഠഭൂമി, അങ്ങനെ ഇന്ത്യയിലെ പീഠഭൂമികൾ നമ്മൾ പഠിക്കും. ചോട്ടാ നാഗ്പു പ്ലാറ്റൂ, അങ്ങനെയുള്ള പീഠഭൂമികളിൽ നിന്നും ഈ നദികൾ ഉണ്ടാകുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരാം. ദീസ് റിവേഴ്സ് ഇറിഗേറ്റ് ദ നോർത്തേൺ പ്ലെയിൻസ്. അതായത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഗംഗേനെയാണ്. ഇപ്പോൾ അൺഡിവൈഡഡ് ഇന്ത്യ 1947 മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭാഗം ഗംഗ, അതുപോലെ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗം, ഇതിനെ കൂടുതൽ നനയ്ക്കുന്ന ഇപ്പർ സൈഡിൽ സിന്ധു നദി, ഇപ്പർ സൈഡിൽ ഗംഗ എന്ന് പറയുന്ന നദി. തൊട്ടപ്പുറം ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പോയിട്ട് വളഞ്ഞു തിരിഞ്ഞു വരുന്ന ബ്രഹ്മപുത്രയും കൂടെ നമ്മൾ നനയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രഹ്മപുത്ര പോയിട്ട് ഒരു യൂട്ടേൺ എടുത്ത് വരുന്നതെന്നുള്ളത് ഞാൻ ബ്രഹ്മപുത്ര പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നോർത്തേൺ പ്ലെയിൻസിനെയാണ് അവർ നനയ്ക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിനെയും താഴെയുള്ള ഭാഗത്തിനെയും സൗത്ത് ഇന്ത്യനെ നനയ്ക്കുന്നവരാണ് പെനിൻസുലാർ നദികൾ എന്ന് പറയുന്നത്. അടുത്തത്, ഹിമാലയൻ റിവർ ബേസിൻസ് ആർ വെരി ഫെർട്ടൈൽ. പെനിൻസുലാർ റിവർ ബേസിൻസ് ആർ നോട്ട് സോ വെരി ഫെർട്ടൈൽ. ദേ ആർ നോട്ട് ഫെർട്ടൈൽ എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ കാവേരി ഒഴുകുന്ന ഭാഗത്ത്, തഞ്ചാവൂർ ഭാഗത്ത് ഇത്രയും കൃഷി ഉണ്ടാവില്ല. കേരളത്തിൽ കൃഷി ഉണ്ടാവില്ല, കർണാടകയിൽ കൃഷി ഉണ്ടാവില്ല, തമിഴ്നാട്ടിൽ കൃഷി ഉണ്ടാവില്ല, മഹാരാഷ്ട്രയിൽ കൃഷി ഉണ്ടാവില്ല. അപ്പൊ അവിടുത്തെ മണ്ണും ഫെർട്ടൈലാണ്, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്. പക്ഷേ ആ ക്വാളിറ്റി കൂടുതൽ, ഫെർട്ടിലിറ്റി കൂടുതൽ, പ്രൊഡക്ടിവിറ്റി കൂടുതൽ എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾക്കാണ്. അതിന്റെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ കാര്യം? ദേ കോസ് മച്ച് ഇറോഷൻ. നേരെ കമ്പയർ ചെയ്യേ. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ് പല സ്ഥലങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അത് ഭയങ്കര ഫെർട്ടിലിറ്റി ഉള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നു. അങ്ങനെ ഫെർട്ടിലിറ്റി ഉള്ള ഗ്രൗണ്ട് ഒരുക്കിയത് കൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നില്ലേ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അവസാനം ആളുകൾ കിഴക്കോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഗംഗയുടെയും യമുനയുടെയും തീരത്തേക്ക് എത്തുന്നു. ഗംഗയുടെയും യമുനയുടെയും തീരത്ത് കാലാകാലങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആലുവിയൽ മണ്ണുണ്ട്. അവിടെ നിന്ന് ഇരുമ്പ് കിട്ടുന്നു. കൃഷി അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ ഇരുമ്പ് കിട്ടുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, പ്രൊഡക്ടിവിറ്റി വളരെ കൂടി ആലുവിയൽ മണ്ണുണ്ട്, കൃഷി കൂടുന്നു, ആളുകൾ കൂടുതൽ ആളുകൾ സെറ്റിൽ ആകുന്നു, ജനങ്ങൾ ഉണ്ടാകുന്നു, ജനപദങ്ങൾ ഉണ്ടാകുന്നു, മഹാജനപദങ്ങൾ ഉണ്ടാകുന്നു, മഗധ ഉണ്ടാകുന്നു, ആളുകൾ കൂടുതൽ സെറ്റിൽ ആകുന്നു, പതുക്കെ ലൈഫ് സെറ്റിൽ ആകുന്നു, പോപ്പുലേഷൻ കൂടുന്നു. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സംസ്ഥാനം ബീഹാർ. ഇതൊക്കെ ഗംഗയുടെ തീരത്താണ്. ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ജോഗ്രഫി ഹിസ്റ്ററി നമ്മളവിടെ കണക്ട് ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ്, ദീസ് റിവേഴ്സ് കവർ വെരി ലോങ് ഡിസ്റ്റൻസ്. നല്ല ഫോഴ്സും ഒരുപാട് വെള്ളമുള്ളപ്പോ ഒരുപാട് ദൂരം കവർ ചെയ്തൂടെ ഇല്ലേ? അവരെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പെനിൻസുലാർ നദികൾ ദേ കവർ ഷോർട്ടർ ഡിസ്റ്റൻസ്. കമ്പാരിറ്റീവ്ലി പറയുന്നത്. ഇപ്പൊ ഗോദാവരി ചെറിയ നദിയാണോ? അല്ല, ഗോദാവരി ചെറിയ നദിയൊന്നുമല്ല. നോർത്തിലുള്ള പല നദികളെക്കാളും വലിപ്പം ഗോദാവരിക്കുണ്ട്. പക്ഷെ കമ്പയർ ടു സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരിയുടെ ലെങ്ത് കുറവാണ്. ഗോദാവരിയെ മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, കാവേരി, കൃഷ്ണക്ക് എടുക്കുക. ഓരോ നദികളെ പറ്റി നമ്മൾ പഠിക്കട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഒറ്റ വീഡിയോ തീരില്ല. ഇതൊരു 5-6 വീഡിയോയിൽ പതുക്കെ ഞാൻ തീർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലിയർ? എന്നോട് പലരും ഒരു വൺ ഷോട്ട് പോലെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. റിവിഷന്റെ സമയത്ത് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. ഈ വീഡിയോ കാലാകാലങ്ങളോളം ഇവിടെ കിടക്കണമെന്നും ഓരോ തവണ കാണുമ്പോഴും ഓരോ ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകണം എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ റിവിഷൻ പെർസ്പെക്റ്റീവിലല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര. ഈ 3 പ്രധാനപ്പെട്ട. 3 നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കും. പ്രധാനപ്പെട്ട പെനിൻസുലാർ നദികൾ, പ്രധാനം എന്ന് പറയുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രാധാന്യത്തിലെ പറയുന്നത് നർമ്മദ,
തപ്പി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ നദികളിൽ നിന്നെല്ലാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞ നദികളെല്ലാം കൃത്യമായിട്ട് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലസ് ഇല്ലാത്തവർ ഞാൻ ഈ കാണിച്ചിട്ടുള്ള മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി. അറ്റ്ലസ് ഉള്ളവർ അതിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്തൊക്കെയാണ് ഹിമാലയൻ നദികളെ പറ്റി പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പെനിൻസുലർ നദികളെ പറ്റി പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹിമാലയൻ ഡ്രെയിനേജ് ആണ്. ഹിമാലയൻ ഡ്രെയിനേജിൽ നമ്മൾ 3 സിസ്റ്റങ്ങളെ പ്രധാനമായിട്ടും പഠിക്കുന്നത്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധുവും പോഷക നദികളും, ഗംഗയും പോഷക നദികളും, ബ്രഹ്മപുത്രയും പോഷക നദികളും. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഹിമാലയൻ നദികളിൽ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡസ് റിവർ സിസ്റ്റമാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ നദിയല്ല. ആകെ മൊത്തമുള്ള ലെങ്ത് എന്ന് പറയുന്നത് 3180 കിലോമീറ്റർ ആണ്. ഉത്തരം അറിയാവുന്നവർ പറയണം. ഇന്ത്യയുടെ നോർത്ത് മുതൽ സൗത്ത് വരെ എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് പറയണം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ജോഗ്രഫിക്കൽ ഫാക്ട് ആണത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അത് വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് ഒന്ന് കമ്പയർ ചെയ്യുക. എത്ര ലെങ്ത് ആണ് അതിന് വരുന്നത് എന്നൊന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും വേണ്ട, പതുക്കെ പഠിച്ചു പോയാൽ മതി. എന്തൊക്കെയാണ് നദികളുടെ സെഗ്രിഗേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈസ്റ്റ് ഫ്ലോയിങ്, വെസ്റ്റ് ഫ്ലോയിങ് ഇൻടു ദ ബേ ഓഫ് ബംഗാൾ, ഫ്ലോയിങ് ഇൻടു ദ അറേബ്യൻ സീ. രണ്ടും നമ്മൾ പഠിച്ചു. തുടങ്ങുന്നത് അത് ഡ്രെയിനേജ്, അവസാനിക്കുന്ന വെച്ചിട്ടാ. തുടങ്ങുന്ന വെച്ചിട്ട് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട് ഹിമാലയൻ നദികളും പെനിൻസുലർ നദികളും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹിമാലയൻ നദികളിലെ ഇൻഡസ് റിവർ സിസ്റ്റം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഡോക്യുമെന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള ചർച്ചകൾ, നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ചർച്ച ചെയ്യാം. ഒന്നുകിൽ ഈ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, GK സിംപ്ലിഫൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഫൗണ്ടേഷൻ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ പഠിക്കണം. ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്തണം. ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പഠിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.